സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് പറയാനാണ്. സന്തോഷ വാർത്തയെന്ന് പറഞ്ഞാൽ ഒരു പാവത്തുങ്ങളായ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതൊരു 4 സെൻറ്റ് സ്ഥലവും ഒരു 2 റൂമുമായിട്ടുള്ള ഒരു വീടാണ്. ഇത് ഞാൻ നമ്മുടെ ഒരു ചേട്ടന് മേടിച്ചു കൊടുത്തതാണ്. പുള്ളിയൊക്കെ മരിച്ചുപോയി. അപ്പോൾ ഇതിങ്ങനെ വെറുതെ കിടക്കുവാണ്. അപ്പം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാണ്, ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കിണറൊക്കെ സെറ്റ് ചെയ്തിരുന്നു, നല്ല വെള്ളമൊക്കെയാണ് കിണറിനകത്ത്, ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ ഇതിൻ്റെ ഒരു കുഴപ്പം 1-2 മൈനസ് പ്രശ്നങ്ങളുണ്ട്, അത് പറയാം. ആദ്യം വീടിനകം തറയിട്ടിട്ടില്ല. ഇത് വേണ്ട അന്ന് കൊണ്ടിട്ട കട്ടിലും കാര്യങ്ങളും എല്ലാം അന്ന് ഇതേപോലെ കിടക്കുവാണ്. അന്ന് ഫൈബറിൻ്റെ കതവ് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്ത അപ്പുറം നമ്മൾ പൊട്ടക്കാക്കയുടെ കാര്യം പറഞ്ഞ പോലെ ഒരാൾ നമ്മൾ മേടിച്ചു കൊടുത്തതാണ്. പുള്ളി അങ്ങ് മരിച്ചുപോയി. പിന്നെ ഇതിപ്പോൾ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ വെറുതെ കിടക്കുക. അപ്പം ഞാനും ഇങ്ങോട്ട് വരാറില്ലായിരുന്നു, നോക്കാനൊന്നും വരുത്തുമൊന്നുമില്ലായിരുന്നു. അപ്പം ആർക്കെങ്കിലും കൊടുക്കാമെന്നുണ്ട്. 1-2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് ഒരു കാവാണ്. കാവെന്ന് പറഞ്ഞാൽ ചെറിയ കാവല്ല, മാടൻ കാവാണ്, മാടൻ. അപ്പോൾ നമ്മുടെ അയ്യത്തോട്ട് കാവ് ഇപ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടം വരെ നമ്മുടെ വസ്തു ഉള്ളതുണ്ട്. ഇവിടം വരെ ഇവിടെ ഒരു കല്ലുണ്ട് പോലെ ഉണ്ട്. ഇവിടെ കണ്ട് അങ്ങനെ തെങ്ങിൻ്റെ ഇപ്പുറത്തൂടെ കണ്ടൊരു കല്ലുണ്ട്. നോക്കി അങ്ങനെ കല്ലും ഇത് കിടക്കുക. അപ്പോൾ കാവ് നമ്മുടെ അയ്യത്തോട്ട് കയറിയിട്ടുണ്ട്, നമ്മുടെ വീടിനകത്തോട്ട് കയറിയിട്ടുണ്ട്. 4 സെൻറ്റ് ഉണ്ട്. കരണ്ടൊന്നുമില്ല, വെള്ളവും കക്കൂസും ഒക്കെ ഉണ്ട്. ഞാൻ കിണറും കുത്തി കക്കൂസും കുത്തിയായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടില്ലെന്നുള്ള, അതിനുള്ളിൽ പുള്ളി മരിച്ചുപോയി. അപ്പോൾ ഇവിടെ ഫാമിലിയായിട്ടുള്ള ആൾക്കാർക്ക് താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. നമുക്കിതൊക്കെ ഒന്ന് വേണമെങ്കിൽ വൃത്തിയാക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പം പെരയുടെ പുറത്തോട്ട് മരങ്ങളൊക്കെ കയറി. ഇപ്പം 1-2 വർഷമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ. ഇതിൻ്റെ പുറത്തോട്ട് കാട് കയറിയേക്കും, കാവിൻ്റെ പുറത്തോട്ട് കയറിയേക്കും. ഇത് മാടൻ കാവാണ്. അപ്പോൾ ഫാമിലിക്ക് താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ഇത് നമുക്ക് അബദ്ധം പറ്റിയതാണ്, നമ്മളെ വഹിച്ചതാണിത് മേടിച്ചത്. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരിൽ നമ്മുടെ ഒരു സുഹൃത്തും കൂടെ വന്നിട്ട് മേടിച്ച് തന്നെ. ഇത് ചൂനാടിന് വടക്ക് മാറി കിഴക്കാണ് സംഭവം, സ്ഥലം ഇത്. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ, ഇതിൻ്റെ ബാക്കിലോട്ടുള്ള കതവ് വർഷം 2 മറന്നിട്ട് തുറക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ധൈര്യത്തോടെ ഞങ്ങൾ താമസിക്കാമെന്നും പറഞ്ഞ് വരുന്ന ഫാമിലി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കാട് ഇത് കണ്ട കാവ് പോലെ എല്ലാം ഇതിനകത്തോട്ട് കയറിയാണ്ടേ. 2 വർഷം കൊണ്ട് വലിയൊരു പന തന്നെ ഇവിടെ കിളിച്ചേക്കുക. 2 വർഷമായി നമ്മളിങ്ങോട്ട് വന്നിട്ട്. തേങ്ങ ഉണ്ട്, തെങ്ങുണ്ട്. കക്കൂസൊക്കെ ഞാൻ കുത്തിയതേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടില്ല. കക്കൂസെല്ലാം മൂടി കിടക്കുക, കല്ലൊക്കെ എടുത്തിട്ട് അടച്ചിട്ടേക്കുന്നുണ്ട്. കക്കൂസൊക്കെ ഉണ്ട്. കക്കൂസും കിണറും കുത്തി, പക്ഷെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ എന്തോ ദോഷമുണ്ടെന്ന് പറയുന്നു. ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആദ്യം താമസിച്ചിരുന്ന ഫാമിലി, പുള്ളിയുടെ ഭർത്താവ് മരിച്ച് അതിന് ശേഷമാണ് നമ്മൾ മേടിക്കുന്നത്. നമ്മൾ മേടിച്ചും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി മേടിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ സുഖമില്ലാത്ത ആളായിരുന്നു, പ്രായമുള്ള ആളായിരുന്നു പുള്ളി. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് നോക്കാനും വരാനൊന്നും കാണാതെ കിടക്കുമായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് ആരെങ്കിലും ധൈര്യത്തോടെ വന്ന് താമസിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും, ഒന്നും വേണ്ട. കറണ്ടില്ല, കറണ്ടിനുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ 4 സെൻറ്റ് വസ്തുവുണ്ട്, 2 റൂം വാർത്ത ഉണ്ട്. ഇതിൻ്റെ പുറകിൽ ഇവിടെ ഒരു അടുക്കള ഉണ്ടായിരുന്നതാണ്, അത് പൊളിഞ്ഞുപോയി. പിന്നെ കിണറും കക്കൂസും ഉണ്ട്. അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. 4 സൈഡ് ഒന്ന് ഇത് ചെയ്താൽ മതി. ഒരു വരി കട്ട എന്തെങ്കിലും വെച്ചൊന്ന് മറക്കുക എന്തെങ്കിലും ചെയ്താൽ. കാവെന്നുള്ള ഇത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്ത് വെട്ടിപ്പറിക്കാതെ അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് കൊടുക്കാം. കുഴപ്പമില്ല, ഒരു പൈസയും വേണ്ട, ഫ്രീ ആയിട്ട് കൊടുക്കുക. 4 സെൻറ്റ് സ്ഥലമുണ്ട്, 2 റൂമും ഉണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ട്, അത് അറിഞ്ഞിട്ട് ആ ധൈര്യത്തോടെ വന്ന് താമസിക്കാമെന്നുള്ള ധൈര്യം എന്തുവാ. കാവിനെ നമ്മൾ നോക്കണം, അത്രയേ ഉള്ളൂ. മാടൻ കാവാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നോക്കണം. കാവിൻ്റെ അടുക്ക താമസിക്കുക എന്നുള്ള രീതി വെച്ച് താമസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇത് ചൂനാടിനടുത്താണ് സ്ഥലം, ഒരു പൈസയും വേണ്ട. 4 സെൻറ്റ് സ്ഥലവും 2 റൂമും ഉണ്ട്. അപ്പം ഇനി നമ്മൾ പൊട്ടക്കാക്കയുടെ കാര്യം പറഞ്ഞാൽ അതേപോലെ ഒരാളിനെ നമ്മൾ നമ്മുടെ ഒരു ചേട്ടനെ കൊണ്ട് താമസിപ്പിച്ചതാണ്. അപ്പോൾ പുള്ളി മരിച്ചുപോയി, പ്രായം ഉണ്ടായിരുന്നു, മരിച്ചുപോയി, ഇങ്ങനെ കിടക്കുക കാട് കയറി.
അപ്പോൾ കെട്ടിടം കണ്ടല്ലോ, വാർത്തതാണ്, പേടിക്കാനൊന്നുമില്ല. 2 ഡോറും, ഒന്ന് ബാക്കിലോട്ടും ഒന്ന് ഫ്രണ്ടിലോട്ടും. അന്നിട്ട ആ കട്ടിലും ആ ഇതുമെല്ലാം ഇപ്പോഴും കിടപ്പുണ്ടെന്നുള്ള. തറയിട്ടിട്ടില്ല കേട്ടോ, തേച്ചിട്ടില്ല. അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. കതവ് തന്നെ അന്ന് ഞാൻ നമ്മൾ ബാത്റൂമിന് ഇടുന്ന കേസ് ഫൈബറിൻ്റെ കതവ് ഇട്ടതാണ്. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ജനറേറ്റർ എടുത്തുകൊണ്ട് വെച്ച് ഇട്ടതാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ ചെയ്യാം. ആർക്കെങ്കിലും ഈ കാവിൻ്റെ ഒരു ഇത് വെച്ച് അതിനെ നോക്കി അതിനെ വിശ്വാസമുള്ള രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് താമസിക്കാൻ പറ്റുമെങ്കിൽ താമസിക്കുക. എൻ്റെ ഏതാണ്ട് ഇവിടം വരെ നമ്മുടെ വസ്തുവിലോട്ട് ഇപ്പോൾ ഒരുപാട് കാവ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെങ്ങും നമ്മുടെ അതിനകത്തുള്ളതാണ്. അപ്പുറത്തൊരു തെങ്ങുണ്ട്, 2 റൂമുണ്ട്. അത്യാവശ്യം താമസിക്കാൻ 2 റൂമുണ്ട്. 2 വൃത്തിയാക്കിയാൽ മതി. കിണർ കുത്തിയിട്ട് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ, പിന്നെ കക്കൂസും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം. ആരെങ്കിലും താല്പര്യം എന്ന് പറഞ്ഞാൽ ഇത് കാവിൻ്റെ കാര്യം അറിഞ്ഞിട്ട് താല്പര്യപ്പെട്ട് വരുന്നവർ, കാവിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ വൃത്തിയോടൊക്കെ താമസിക്കാമെന്നുണ്ടെങ്കിൽ ഒരു പൈസയും വേണ്ട, നമ്മൾ തരാം. 4 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു വീടുമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ എന്തുവാന്ന് വെച്ചാൽ ചെയ്യുമോ. ഇത് ചൂനാടിന് വടക്കാണ് സ്ഥലം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും തരിക, കമൻറ്റും ചെയ്യുക. ഇതേപോലെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്, നിങ്ങൾ കാശൊന്നും തന്ന് സഹായിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ നമ്മുടെ ചാനൽ എങ്ങനെയും നിങ്ങൾ കൂടുതൽ ലൈക്കും ഷെയറും കമൻറ്റും തന്ന് വിജയിപ്പിച്ചാൽ നമുക്ക് ആൾക്കാർക്ക് ഒരേ സഹായങ്ങൾ ചെയ്യാം. നമ്മൾ പൊട്ടങ്കാക്കായെ സഹായിക്കാമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരാളിനെ സഹായിച്ചതാണിത്. പുള്ളി മരിച്ചുപോയി. പിന്നെ ഈ ചെറിയ 1-2 പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടോട്ടങ്ങും വരാതെ കിടന്നത്. 2 വർഷമായി ഇവിടെ കയറിയിട്ട്. ഇപ്പോൾ വെട്ടിക്കോട്ട് പോയിട്ട് വരുന്ന വഴിക്ക് ആണിത്. അതുകൊണ്ട് ഇവിടെ കയറിയത്. അപ്പോൾ വീഡിയോ എടുത്ത് ഇട്ടതാണ്. സിദ്ധാർത്ഥിന് പോലും അറിയത്തില്ല ഇങ്ങനൊരു സംഭവം. സിദ്ധാർത്ഥോട്ട് ഒരിക്കൽ വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ അന്ന് ഉറക്കമായിരുന്നത്. അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫാമിലിയായിട്ട് ആർക്കെങ്കിലും വന്ന് താമസിക്കാമെന്നുണ്ടെങ്കിൽ, ഇവിടെ നേരത്തെ ഫാമിലി താമസിച്ചതാണ്. പിന്നെ പുള്ളിക്ക് അറ്റാക്ക് വന്ന് മരിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞ് മാടൻ്റെ അമ്പലമാണ്, അതിൻ്റെ ദോഷം കൊണ്ട് മരിച്ചതാന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ വന്ന് താമസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടച്ചാനും പുള്ളി ഇതേപോലെ മരിച്ചത്. പുള്ളിക്ക് പിന്നെ പ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കൂടെ വിശ്വാസം ഇതായി. അപ്പോൾ ആരും ഇങ്ങനെ നോക്കാതെ കാണാതെ ഇങ്ങനെ കിടക്കുവാണ്. അല്ലാതെ ഒന്നുമില്ല. നമുക്കിതെല്ലാം വൃത്തിയാക്കി താമസിക്കാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ കുറേ നാൾ അവരിവിടെ താമസിച്ചതാണ്. അപ്പോൾ ഇതാണ് വിശേഷം. ആർക്കെങ്കിലും പൂർണ്ണ മനസ്സോടെ വന്ന് താമസിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുകയോ കമൻറ്റ് ചെയ്യുകയോ മെസ്സേജ് ഇടുകയോ എന്തുവാന്ന് വെച്ചാൽ ചെയ്യുമോ. ഇത് ചൂനാടിന് വടക്കാണ് സ്ഥലം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്. സിദ്ധാർത്ഥേ എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടോ? നിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമുക്ക് കൊടുക്കാം. ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇയാളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പം ടാറ്റ പറ. ബൈ.